ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആകുന്ന ദിവസം ക്ലോട്ട് അല്ലെങ്കിൽ രക്തക്കട്ട പോകുന്നവരെ ഈ വീഡിയോ ഉറപ്പായിട്ടും കണ്ടിരിക്കണം കേട്ടോ. കാരണം നമ്മുടെ മെൻസ്ട്രേഷൻ എങ്ങനെയാണ്, ഹെൽത്തി ആണോ, ഒരു കുഞ്ഞിനെ വഹിക്കാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിലുണ്ടോ എന്നൊക്കെ ഒരു അവയർനെസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഈ പീരിയഡ് ബ്ലഡിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ. ക്ലോട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ, സാധാരണ ക്ലോട്ട്സ് നമുക്ക് പീരിയഡ്സിന്റെ ബ്ലീഡിങ് കൂടുതലായിട്ട് പോകുന്ന ദിവസങ്ങളിലാണ് നോർമലി ക്ലോട്ട്സ് അല്ലെങ്കിൽ രക്തക്കട്ട ഉണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്ലോട്ട് നമുക്ക് പോയതിനു ശേഷം പലർക്കും ബ്ലീഡിങ് പോകുന്നതിന്റെ അളവ് കുറയാറുണ്ട്. നോർമലി ആ ഹെവി ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്ലോട്ട്സ് നമുക്ക് ഫോം ആവുന്നത് കേട്ടോ. ജെല്ലിയില് ടൈപ്പ് ഒരു ഡിസ്ചാർജ് ആണ് ഈ ഒരു ക്ലോട്ട്സിൽ നമുക്ക് ഉണ്ടാവുന്നത്. കുട്ടികളുടെ ജെല്ലി നിങ്ങൾ കണ്ടിട്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതാണെങ്കിലുള്ള ജെല്ലി ഉണ്ടാവുമല്ലോ, നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒന്നിങ്ങനെ അനങ്ങുന്ന ടൈപ്പ്, അങ്ങനെയുള്ള ഒരു ജെല്ലി ടൈപ്പ് ആയിരിക്കും ഈ ക്ലോട്ടിന്റെ ഒരു ഡിസ്ചാർജ്, ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ. മെയിൻ ആയിട്ടും ഇത് ശരീരത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ഉണ്ടല്ലോ, എൻഡോമെട്രിയൽ ലൈനിങ്, അത് ഓരോ മാസവും നമുക്ക് പീരിയഡ്സ് വരുമ്പോഴേക്കും അത് ഷെഡായി പോകാറുണ്ട്. ഈ ഷെഡായി പോകുന്നതിൽ നിന്നുള്ള സെല്ലോ അല്ലെങ്കിൽ ടിഷ്യൂസോ ഒക്കെ ചേർന്നിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലോട്ട്സ് ഫോം ആവുന്നത്. പീരിയഡ്സിന്റെ സമയത്ത് ഇത് പലർക്കും ഉണ്ടാകുന്നത് ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാകാനായിട്ടും ഈ ഒരു കാര്യം മൂലം നമുക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവുന്നത്, ഏതാണ് നോർമൽ ക്ലോട്ട്, ഏതാണ് അബ്നോർമൽ ആയിട്ടുള്ള ക്ലോട്ട് എന്ന് നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്ന ദിവസം ക്ലോട്ട്സ് പോകുമ്പോഴേക്കും അതിന്റെ സൈസ് എത്രത്തോളം ആണെന്നുള്ള കാര്യമാണ്. നോർമലി നമ്മുടെ ഒരു ചൂണ്ടുവിരലില്ലേ, നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിന്റെ ഫസ്റ്റത്തെ ആ ഒരു വരയില്ലേ, ആ വരയുടെ അവിടം വരെയാണ് നിങ്ങൾക്ക് ഇത് പോകുന്നതെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ക്ലോട്ട് പോകുന്നത് നോർമൽ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ആ ഒരു ഫുൾ പോർഷന്റെ ഒരു കാൽ ഭാഗമായിരിക്കും നമുക്ക് പോകുന്നത്. അത്രയുമൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ അബ്നോർമൽ ആയിട്ടുള്ള ക്ലോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുറച്ച് വലിയ സൈസിലും പോകും, ഇടയ്ക്കിടയ്ക്ക് ഇത് പോകാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയാണ് ഇത് പോകുന്നതെങ്കിൽ അത് അബ്നോർമൽ ക്ലോട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഭയങ്കര വലിയൊരു സൈസും ആയിരിക്കും കേട്ടോ. അടുത്തത് ഇതിന്റെ ഫ്രീക്വൻസി നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നോർമൽ ആയിട്ടുള്ള ക്ലോട്ട്സ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മളുടെ ശരീരത്തിൽ ബ്ലീഡിംഗ് വളരെ കൂടുതലുള്ള ദിവസത്തിലായിരിക്കും. ദെൻ അത് ക്ലോട്ട് വന്നതിന് ശേഷം ഗ്രാജുവലി നമ്മുടെ ബ്ലീഡിംഗ് കുറഞ്ഞ് പീരിയഡ്സ് ആ ഒരു ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ അബ്നോർമൽ ബ്ലീഡിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോ തവണയും നമ്മൾ പീരിയഡ്സിന്റെ ആ ഒരു പാഡ് മാറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്തോ ബ്ലഡ് അങ്ങനെ ഒഴിച്ചു കളയുമ്പോഴേക്കും കുറെ ക്ലോട്ട്സ് കുറെ കട്ടിയിൽ തന്നെ അത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ അത് അബ്നോർമൽ ആയിട്ടുള്ള ക്ലോട്ട് ആണ് കേട്ടോ. അടുത്തത് കളറാണ്. സാധാരണയായിട്ട് നമുക്ക് ക്ലോട്ട് പോകുന്നത് റെഡ് കളറിലോ ബ്രൗൺ കളറിലോ ആയിരിക്കും. അത് തീർത്തും നോർമൽ ആയിട്ടുള്ള ക്ലോട്ട് ആയിരിക്കും. പക്ഷെ അബ്നോർമൽ ആയിട്ടാണ് നമുക്ക് ക്ലോട്ട് പോകുന്നതെങ്കിൽ അത് ബ്ലാക്ക് കളറിലോ, അതായത് ഭയങ്കരമായിട്ട് ബ്ലാക്കിലോട്ട് അടുക്കുന്ന ഒരു കളറിലോ അല്ലെങ്കിൽ ഗ്രേ കളറിലോ ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത് കേട്ടോ. ഈ ക്ലോട്ട് പോകുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആ ഒരു സെൻസേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതായത് വാക്യൂം റിലീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോ കയ്യിൽ എന്തെങ്കിലും വാക്യൂമിന്റെ പ്രഷറിൽ ഒട്ടിച്ചു വെച്ചിട്ട് അത് പെട്ടെന്ന് അങ്ങ് വിട്ട് കഴിയുമ്പോഴേക്കും ഒരു ആശ്വാസം നമുക്ക് കിട്ടില്ല. അതുപോലെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് വജൈനൽ ഗ്യാസ് പോകുമല്ലോ, അതായത് വജൈനയിൽ നിന്ന് ഇങ്ങനെ കുമിള പൊട്ടുന്നത് പോലുള്ള ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ, ഇതുപോലെ ആയിരിക്കും നമുക്ക് ആ ഒരു ക്ലോട്ട് പോകുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളത് മസ്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. ഇനി എന്തെല്ലാം ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കാണ് ക്ലോട്ട്സ് ഉണ്ടാവുന്നത്, അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തേതാണ് തൈറോയിഡിന്റെ ഇഷ്യൂ ഉള്ളവർക്ക്. തൈറോയിഡിന്റെ ഗ്രന്ഥി പല ഹോർമോൺസിന്റെ പ്രവർത്തനം കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇത് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തനം നടക്കാത്തതിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നതിനും മെൻസ്ട്രേഷനെ അഫക്ട് ചെയ്യുന്നതിനും ചാൻസ് ഉണ്ട്. തൈറോയിഡ് നിങ്ങൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിലോ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിലോ അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലോട്ട്സ് നിങ്ങൾക്ക് ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അടുത്തത് യൂട്രസിൽ എന്തെങ്കിലും പൊളിപ്പോ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ ഉണ്ടാകുന്നതാണ് കേട്ടോ. യൂട്രസിൽ ഇങ്ങനെയുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഹെവി ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലോങ്ങർ ആയിട്ടോ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടും ബാക്ക് പെയിനും നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലോട്ട്സ് പോവുകയും ചെയ്യും. അടുത്തൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പിൽസ് ഉപയോഗിക്കുന്നത്. ചില ആളുകൾ കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യാറുണ്ട്. അത് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള പിൽസ് നമ്മൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടും ക്ലോട്ട്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടീഷൻ വരുന്നതെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മെഡിസിൻ നിങ്ങൾ എടുക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ക്ലോട്ട്സ് വരുന്നത്. മെഡിസിൻ നിർത്തിയതിനു ശേഷവും 2 സൈക്കിൾ നിങ്ങൾ മോണിറ്റർ ചെയ്യുക. ഇതുപോലെ ക്ലോട്ട്സ് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക.
ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. അടുത്തൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് മിസ്കാരേജ് ഉണ്ടാവുക. ചില ആളുകൾക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾക്ക് കെമിക്കൽ പ്രഗ്നൻസി അല്ലാതെ നമ്മളിപ്പോൾ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ചൊന്നും നാളുകൾ കഴിയുമ്പോഴേക്കും, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പീരീഡ്സ് മിസ്സായിട്ട് 5 ദിവസത്തിൽ പ്രഗ്നൻസി നമ്മൾ ഡിറ്റക്ട് ചെയ്തു, പക്ഷെ 10ാമത്തെ ദിവസം നമുക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ക്ലോട്ട്സോട് കൂടി പോകാനായിട്ടാണ് ചാൻസ്. കാരണം ആ ടിഷ്യൂസ് ഒക്കെ കൂടുതൽ ഉണ്ടാകും, എൻഡോമെട്രിയൽ ലൈനിങ് ഭയങ്കര തിക്കണായിരിക്കും, അതുപോലെ ബ്ലഡ് ഭയങ്കര കൂടുതൽ ഉണ്ടാകും. കാരണം കുഞ്ഞിനെ നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകും. അതെല്ലാം കൃത്യമായിട്ട് ശരീരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും ഇത്തരത്തിൽ ലാർജ് ആയിട്ടുള്ള ക്ലോട്ട്സ് നിങ്ങൾക്ക് ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് അസഹനീയമായിട്ട് വേദന ഉണ്ടാകും, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകും, ബാക്ക് പെയിൻ ഉണ്ടാകും, വയറുവേദന ഉണ്ടാകും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാവുന്നതാണോ എന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. അടുത്ത സിറ്റുവേഷൻ ആണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് യൂട്രസിന്റെ ക്യാവിറ്റിയിൽ നിന്നും, അതായത് പുറത്തായിട്ട് യൂട്രസിന്റെ ക്യാവിറ്റിയിൽ നിന്നും പുറത്തായിട്ട് പോയി വളരുന്നതും, അതുപോലെ ഓവറീസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഫലോപ്പിൻ ട്യൂബിന്റെ ഭാഗത്തൊക്കെ എൻഡോമെട്രിയൽ ലൈനിങ് ഗ്രോ ആകുന്ന സമയത്ത് പലർക്കും എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് ഉണ്ടാവുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂസ് ഒക്കെ റിമൂവ് ആയി പോകണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഭാവിയിൽ നമുക്ക് ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവുന്നതിനും ഇത് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് മാറാനായിട്ടും ഒക്കെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾക്കും അബ്ഡോമൻ പെയിൻ ഭയങ്കര കൂടുതലായിരിക്കും. വേദന എന്ന് പറയുമ്പോൾ പീരീഡ്സ് ആകുന്ന ദിവസം നമുക്ക് പെയിൻ കില്ലർ 1 or 2 എടുക്കാതെ പോലും ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും ഒരുപാട് ബ്ലീഡിംഗ് പോകുന്ന സിറ്റുവേഷനും ഇത്തരത്തിൽ എൻഡോമെട്രിയോസിന്റെ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതാണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ആയാലും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസസ് ആയി കഴിഞ്ഞാലും അത് നമ്മുടെ ഓവറീസിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓവറീസിൽ മെച്ചുവർ അല്ലാത്ത കുറച്ചധികം ഫോളിക്കിൾസ് വളരുന്ന സിറ്റുവേഷൻ ആണിത്. ഇങ്ങനെ വരുന്ന സമയത്ത് പലരുടെയും പീരീഡ്സിനെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പലർക്കും ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷനും അതുപോലെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് ഒരു മാസത്തിൽ 2 തവണയും ബ്ലീഡിംഗ് ഉണ്ടാകാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ്. PCOD ഉള്ള ആളുകളെ ഏറ്റവും ആദ്യം അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അവരുടെ മെൻസ്ട്രേഷനിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഇറഗുലർ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നതും നമുക്ക് ഒട്ടും തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് മെൻസ്ട്രേഷൻ മാറുന്നതും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മാറ്റവും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് PCODയുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ PCOD ഉള്ള ആളുകൾക്കും ഇത്തരത്തിൽ ബ്ലഡ് പോകുന്ന സമയത്ത് ക്ലോട്ട്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ക്ലോട്ട്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. നോർമലി പോകുന്നത്, അതായത് ഒരു 1/4 ഭാഗമൊക്കെയാണ് നമുക്ക് ക്ലോട്ട്സ് പോകുന്നത്, അത് 1 or 2 ദിവസം മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ എങ്കിൽ നമുക്കതിന് മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ആവശ്യമില്ല. അതല്ലാതെ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡോക്ടറെ കാണാം. കാരണം ഈ ഓരോ സിറ്റുവേഷനും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇൻഫെർട്ടിലിറ്റിയിലോട്ടാണ്. തൈറോയ്ഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ സ്റ്റോപ്പ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഫൈബ്രോയിഡോ പൊളിപ്പോ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. മിസ്കാരേജ് റെക്കറന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. എൻഡോമെട്രിയോസിസും PCODയും നമ്മൾ നോർമൽ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അതും നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലോട്ട്സ് വരുന്നുണ്ടെങ്കിൽ അടുത്തൊരു മെൻസ്ട്രൽ സൈക്കിളും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അതും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ക്ലോട്ട്സ് വരുന്നുണ്ടെങ്കിൽ 3ാമത്തെ മെൻസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ഡോക്ടറെ പോയി കാണാനായിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.